ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പുസ്തകശാല തുറക്കുമ്പോൾ മറ്റൊരിടത്ത് നിശ്ചയമായും ഒരു ജയിലറയുടെ വാതിലുകൾ അടയുന്നുണ്ട്. വായനയുടെ അപാരമായ വെളിച്ചത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വചനം. ഇതാ നോക്കൂ, പുസ്തകങ്ങൾ കയ്യിലേന്തിയ കുഞ്ഞുങ്ങൾ എത്ര ആഹ്ലാദകരമായ കാഴ്ചയാണ്. ഒരിക്കലും കെട്ടുപോകാത്ത ഇത്തിരി വെളിച്ചത്തെ അവനവനിൽ കൊളുത്തിവെക്കുന്നുണ്ട് പുതുതലമുറ. അവരിൽ നിലക്കാതെ അതിരുകൾ ഭേദിച്ച് ചുറ്റിലും ഒഴുകിപ്പരക്കുന്നുണ്ട് പുസ്തക വെളിച്ചം. കുഞ്ഞുങ്ങളെ പുസ്തകങ്ങളിലേക്കും അവയുടെ ആനന്ദങ്ങളിലേക്കും വഴി നടത്തുകയാണ് വായനാപൂരം. മാറിയ കാലത്തെ വിദ്യാഭ്യാസത്തിനൊപ്പമുള്ള സമാന്തര സഞ്ചാരമാണത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയ പാഠശാലകളുടെ സർഗാത്മക ആവിഷ്കാരം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന കാലത്തെ കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങളിലേക്ക് മാത്രം തലപൂഴ്ത്തി നിൽക്കുന്നവരെന്ന് പഴികേൾക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകളുടെ 6 ഇഞ്ച് സ്ക്രീനിലേക്ക്, ഇന്റർനെറ്റിലേക്ക് മാത്രമാണ് അവന്റെ നോട്ടം. അവരുടെ വിരൽ തുമ്പ് പിടിച്ച് വരൂ നമുക്കൊരു പുസ്തകം വായിക്കാമെന്ന് സ്നേഹപൂർവ്വം വിളിക്കുകയാണ് വായനാപൂരം. തൊട്ടപ്പുറത്ത് ബഷീറും പൊറ്റക്കാടും MTയും കാരൂരും കഥ പറയുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ലോകമുണ്ട്. കാട്ടിത്തരാമെന്ന് വിളിക്കുന്നുമുണ്ട് ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂതനാശയം. ഈ സമകാലിക സമൂഹത്തിൽ വിദ്യാഭ്യാസം വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ വലിയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ പശ്ചാത്തല സൗകര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി സ്കൂളിലായാലും വീട്ടിലായാലും രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ ഇതിന് ആനുപാതികമായി കുട്ടികളിൽ മാനവിക മൂല്യങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അവരുടെ ദൈനംദിന ജീവിതത്തിൽ സമയം വിനിയോഗിക്കുന്നത് പലപ്പോഴും അവരുടെ ജീവിതം തന്നെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളിൽ നല്ല ശതമാനം ആളുകളും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളും അഭിരമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളോടുള്ള അവരുടെ ആസക്തിയൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് കുട്ടികളുടെ സാമൂഹ്യവൽക്കരണം, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമായ സാമൂഹ്യവൽക്കരണം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുകയും കുട്ടികളുടെ സമയത്തെ കുറച്ചും കൂടി ജുഡീഷ്യസായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു വായനാപൂരം എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണം ആരംഭിക്കുന്നത്. പുസ്തകങ്ങളിലൂടെയും വായനശാലകളിലൂടെയും പുതുതലമുറയുടെ സാമൂഹ്യ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്ന ദൗത്യമാണ് വായനാപൂരം. ദേശത്തെ സകലമാന മനുഷ്യരും ഒത്തുചേരുന്ന, പരസ്പരം ഹൃദയമിടിപ്പുകൾ കേൾക്കാവുന്നത്രയും ചേർന്നിരുന്ന് നാട്ടുവിശേഷങ്ങൾ വിനിമയം ചെയ്യുന്ന ദേശപൂരങ്ങളോട് സാമ്യങ്ങളേറെയുണ്ട് വായനാപൂരത്തിന്. അയൽപ്പക്ക ഗ്രന്ഥാലയങ്ങളിലൂടെ കുട്ടിക്കാലത്ത് വേരുറപ്പിക്കുന്ന വായനയിലൂടെ സാമൂഹ്യ ബന്ധങ്ങളിലേക്കാണ് വായനാപൂരത്തിന്റെ സഞ്ചാരം. വായനാപൂരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഈ ഒരു പരിപാടിക്ക് ശേഷം സ്കൂളിലും വായനശാലകളിലൊക്കെ കുട്ടികൾ ചേർന്നിട്ട്, അധ്യാപകരും ചേർന്നിട്ട് കുറെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇവിടെ എന്റെ വീട്ടിൽ തന്നെ കുട്ടികൾ നല്ലോണം പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുകയും അതിനുശേഷം അതുപോലെയെല്ലാം കുറച്ച് രീതിയിലൊക്കെ എഴുതാനൊക്കെ അവര് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ തമ്മിൽ പുസ്തകത്തിനെ പറ്റി ചർച്ചകളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. ഏതൊക്കെ തരത്തിലാണ് കുട്ടികളെ സ്വാധീനിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത്? കുട്ടികൾ സാധാരണയായിട്ട് സ്കൂളിലെ പുസ്തകങ്ങൾ മാത്രം പഠിച്ചു വരിക എന്നുള്ള രീതിയാണ് ഇത്ര കാലം ഉണ്ടായിരുന്നത്. എന്റെ വീട്ടിൽ തന്നെ അങ്ങനെയാ കാണുന്നത്. പക്ഷെ ഇപ്പൊ അടുത്തുള്ള വായനശാലയിൽ പോകാനും കുട്ടികളെ ഒന്നിച്ച് പുസ്തകങ്ങൾ വായിക്കാനും അതിലെ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചർച്ച ചെയ്യാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇവര്. അപ്പൊ കൂടുതൽ എഴുത്തുകാരെ പറ്റിയും എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വായനാപൂരത്തിന്റെ ശേഷം, ഒരു പരിപാടിക്ക് ശേഷം കുട്ടികൾ നല്ല മാറ്റാണ് കാണുന്നത്. പുസ്തകങ്ങളിലൂടെ പല കാലങ്ങളിൽ ജീവിക്കാനും പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കാനും പാഠപുസ്തകങ്ങൾക്കപ്പുറത്തെ വിശാലമായ അറിവുകളെ തേടാനും പ്രേരിപ്പിക്കുന്നുണ്ടത്.
ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാവിവരണമെല്ലാം പറയുമ്പോൾ അദ്ദേഹം എടുക്കുന്ന വീഡിയോകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്ത്, പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിനനുസരിച്ചുള്ളതായിരിക്കും. പക്ഷെ എസ്കോ പൊറ്റക്കാട് പോലത്തെ ഒരു ആൾക്കാരുടെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയിൽ നിന്നുണ്ടാവുന്ന ഇമേജസ് ആയിരിക്കും നമുക്കുണ്ടാവുക. ക്ലാസ് റൂമിൽ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതേ പാഠപുസ്തകങ്ങൾ വീട്ടിൽ വന്നിട്ട് ആവർത്തിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് ആ സമയം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പുസ്തകങ്ങളിലും വിജ്ഞാനത്തിനെ തേടി നമുക്ക് യാത്ര ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാം, അതുവഴി നമുക്ക് കൂടുതൽ അറിവ് നേടിയെടുക്കാം. ഗ്രാമീണ വായനശാലകളാൽ സമൃദ്ധമാണ് ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ വൃഷ്ടിപ്രദേശങ്ങൾ. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഏത് ദിക്കിലേക്ക് 1 കിലോമീറ്റർ നടന്നാലും ആ യാത്ര അവസാനിക്കുക ഒരു ലൈബ്രറിയുടെ മുറ്റത്താവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്ന മയിൽ പഞ്ചായത്താണ് തൊട്ടപ്പുറത്ത്. ഇതിനൊപ്പം കൊളച്ചേരി, മുണ്ടേരി പഞ്ചായത്തുകളും അതിരിടുന്നുണ്ട് ഈ ഗ്രാമത്തിന്. ഗ്രാമീണ സർവകലാശാലകളെന്ന് പുകൾപ്പെട്ട 41 വായനശാലകൾ ചരിത്രത്തിനും വർത്തമാനത്തിനും മീതെ തലയുയർത്തി നിൽക്കുന്നുണ്ട് സ്കൂളിന് ചുറ്റിലുമായി. വിജ്ഞാന സമൂഹത്തിന്റെ നിർമ്മിതിക്കായി ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള അന്വേഷണമാണ് വായനാപൂരമായി പിറന്നത്. വായനയിലൂടെ മാത്രമാണ് അറിവ് സമ്പാദിക്കാൻ നമുക്ക് പറ്റുന്നത്. അറിവിന്റെ പ്രകാശഗോപുരമാകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അറിവിന്റെ പ്രകാശഗോപുരമായി മാറണം. അതിന് ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. വായന നിങ്ങളുടെ സംസ്കാരമായിട്ട് മാറും. ടീച്ചർക്ക് വേണ്ടി, മാഷ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി അല്ല, സ്വയം അത് വായിക്കാൻ തോന്നണം. പുസ്തകം എവിടെ നിന്നെങ്കിലും വാങ്ങി വായിക്കണം എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവണം. അതാണ് വായനാപൂരത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ്, ഏറ്റവും വലിയ നേട്ടം അത് തന്നെയാണ്. വായനാപൂരത്തിന്റെ കൊടിക്കൂറയേന്തുന്നവരിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അധ്യാപകരും രക്ഷിതാക്കളും ഗ്രന്ഥശാലാ പ്രവർത്തകരും ഉൾപ്പെടെ സമൂഹത്തിന്റെ പരിച്ഛേദം അത്രയുമുണ്ട്. ഞാൻ ചട്ടുപാറ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. വായനാപുരം പദ്ധതി ഇത്രത്തോളം വിജയപ്രദമാക്കുന്നതിൽ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും PTA-യും നാട്ടുകാരും അതുപോലെ ഗ്രന്ഥശാലാ പ്രവർത്തകരും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു PTA പ്രസിഡന്റിൽ ഏറെ അഭിമാനം കൊള്ളുന്ന നിമിഷം കൂടിയാണിത്. 1350 കുട്ടികളുള്ള വിദ്യാലയത്തിൽ 6000 പുസ്തകങ്ങളുള്ള കുഞ്ഞു ലൈബ്രറി മാത്രമാണുള്ളത്. കുട്ടികളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ അത് തീർത്തും അപര്യാപ്തം. 350 വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു അതുവരെയും അയൽപ്പക്ക ലൈബ്രറികളിൽ അംഗത്വം. ഇപ്പോഴത്തെ ഒരു പുതിയ കാലത്തിന്റെ ഒരു പ്രതിസന്ധി നമ്മുടെ വായനശാലകളിലേക്ക് വായനക്കാരെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ലൈബ്രറിയിൽ എല്ലാ സംവിധാനങ്ങളുണ്ട്, ഡിജിറ്റലൈസേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ വേണ്ടത്ര ആളുകൾ വായിക്കാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. അത് കുട്ടികളെ സംബന്ധിച്ച് കുറെ കൂടെ ശരിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത്, നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറികളിൽ ഇല്ല എന്ന് മാത്രമല്ല, അത് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്കൂൾ ലൈബ്രറികളിൽ പൊതുവേ കുട്ടികൾക്ക് വേണ്ട പുസ്തകം അധ്യാപകർ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് പതിവ്. അതുപോലെ തന്നെ ലൈബ്രറിയിലെത്തിയാൽ, നമ്മുടെ നാട്ടിലെ ലൈബ്രറിയിലെത്തിയാൽ ലൈബ്രറിയൻ കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ പരിമിതിയാണ്. ഈ ഒരു പരിമിതി എങ്ങനെ മറികടക്കുക എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ വായനാപൂരം എന്നുള്ള പദ്ധതിയിലേക്ക് എത്തിപ്പെട്ടത്. കുട്ടികളെ ലൈബ്രറികളിൽ മെമ്പർമാരാക്കുക എന്നതിൻ്റെ അപ്പുറത്ത് അവരെ ആ പുസ്തകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വായനാപൂരത്തിന്റെ പിറവി ഇവിടെ നിന്നായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രാദേശികമായി അവരുടെ സമീപ പ്രദേശത്തുള്ള ഗ്രന്ഥശാലകളിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ഇതിനകം ഏകദേശം 18ഓളം വായനാപൂരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു സ്വീകരണമാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ല ഒരു സാന്നിധ്യം, ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ പോലും
ജനങ്ങൾ വായനശാലകളിൽ തമ്പടിക്കുന്ന ആവേശകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കേവലം വായനശാലകളിൽ അംഗത്വം എടുക്കുക എന്നതിലുപരി കുട്ടികളെ നല്ലൊരു വായനക്കാരാക്കി മാറ്റുക എന്നത് കൂടിയാണ് നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നത്. അധ്യയന വർഷം മുതൽ മുഴുവൻ നീളുന്ന പ്രവർത്തനം പരിസമാപ്തിയിലെത്തവേ 41 ലൈബ്രറികളിലായി മുഴുവൻ കുട്ടികൾക്കും അംഗത്വമുണ്ട്. അയൽപ്പക്ക ലൈബ്രറികളിൽ നടന്ന കുഞ്ഞു വായനാപൂരങ്ങളിലൂടെയാണ് അവർ അംഗങ്ങളായത്. വായന വെറുമൊരു രസത്തിനല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരുടെ അനുഭവകഥകൾ. ഞാൻ ചട്ടികപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യമൊക്കെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നായിരുന്നു പുസ്തകങ്ങൾ എടുത്തിരുന്നത്. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുറവായതുകൊണ്ട് കൂടുതൽ പുസ്തകങ്ങൾ വായനശാലകൾ അന്വേഷിക്കുന്ന സമയത്താണ് എൻ്റെ സ്കൂളിലെ അധ്യാപകർ ചേർന്ന് വായനാപൂരം എന്ന പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എനിക്ക് ചിക്കിക്കുളം സഖാവ് കൃഷ്ണപിള്ള സ്മാരക വായനശാലയിൽ അംഗത്വം ലഭിച്ചു. ഇതിലൂടെ എനിക്ക് കുറേ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. ഈ പുസ്തകം വായന കൊണ്ട് എനിക്ക് കുറേ അറിവുകളും കൂടുതൽ അനുഭവങ്ങളും ലഭിച്ചു. വായനാനുഭവങ്ങൾ വായനാക്കാർഡിലേക്ക് രേഖപ്പെടുത്തുന്നുണ്ട് കുഞ്ഞു വായനക്കാർ. ഓരോ ക്ലാസ് മുറിയിലെയും വായനക്കാർഡുകൾ ചേർത്ത് അവർ നിർമ്മിച്ച പുസ്തകങ്ങൾക്ക് എന്തൊരു നിലാവെളിച്ചമാണ്. കഥയും കവിതയും ആത്മകഥയും ശാസ്ത്രവും സഞ്ചാര സാഹിത്യവും രാഷ്ട്രീയവും തത്വചിന്തയും ചേർന്നൊരു ലോകമുണ്ടതിൽ. പൗലോ കൊയ്ലോവിനെയും വിക്ടർ ഹ്യൂഗോവിനെയും ടോൾസ്റ്റോയിയെയും കുഞ്ഞുങ്ങൾ എത്ര മനോഹരമായാണ് അടയാളപ്പെടുത്തുന്നത്. കോവിഡാനന്തരം നിരവധി പഠന പ്രശ്നങ്ങൾ നമ്മൾ സ്കൂളുകളിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. തളിപ്പറമ്പ് സൗത്ത് BRCയുടെ ആഭിമുഖ്യത്തിൽ 7ാം തരത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രന്ഥാലോകം എന്നിട്ടൊരു പ്രൊജക്റ്റ് സ്കൂളിൽ നടത്തിയിട്ടുണ്ടായി. എല്ലാ കുട്ടികളെയും വായനശാലയിലെ അംഗങ്ങളാക്കുകയും അങ്ങനെ കുട്ടികളെ വായനയിലേക്ക് കൈപിടിച്ചുയർത്തുകയും പുതിയൊരു വായനാ സംസ്കാരം ഉണ്ടാക്കുകയും ചെയ്യാനായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടത്. അടിസ്ഥാന പാഠാവലിയിലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കഥയുടെ തുടർപ്രവർത്തനമായിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായത്. ഞങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറത്ത് കുട്ടികളിൽ നല്ലൊരു വായനാനുഭവം ഉണ്ടാക്കുന്നതിലപ്പുറം ഒരു സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം കൂടെ കോവിഡാനന്തരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്കൂൾ തലത്തിൽ ഞങ്ങളുടെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിജയകരമായി വായനാപൂരം പദ്ധതിയിൽ എത്തിച്ചേരുകയും അത് വളരെ മികച്ച രീതിയിൽ സ്കൂളിൽ നടപ്പാക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചകളിൽ ഓരോ ക്ലാസ്സുകളിലും അരങ്ങേറുന്ന പുസ്തക ചർച്ചകൾ വായനയിലേക്ക് പുതുവഴി വെട്ടുന്നുണ്ട്. ഓരോ വായനാനുഭവങ്ങളും കുഞ്ഞുങ്ങൾ കണ്ട വായനാലോകത്തെ പകർത്തുന്നുണ്ട്. വായനപൂരത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിലും നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചയും സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന പുസ്തക ചർച്ചയിലൂടെ ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച വ്യത്യസ്തമായ വായനാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ OV വിജയൻ, MT വാസുദേവൻ നായർ, T പത്മനാഭൻ, ബഷീർ, ചങ്ങമ്പുഴ, സക്കറിയ തുടങ്ങി നിരവധി എഴുത്തുകാരും അവരുടെ നിരവധി പുസ്തകങ്ങളും ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ പുസ്തക ചർച്ചയും ഞങ്ങൾക്ക് വ്യത്യസ്തമായ വായനാനുഭവം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വായനപൂരം ഞങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. വായനാ ദിനത്തിൽ തുടങ്ങിവെച്ച ദൗത്യം അവസാനിക്കുന്നില്ല. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം പോലെ അതിശയ ലോകങ്ങളിലേക്കുള്ള വഴികാട്ടിയായി പുസ്തകപൂരം തുടരും. എല്ലാ മനുഷ്യരും ഒരു പുസ്തകമാകുന്ന ലോകമാണ് പുസ്തകപൂരത്തിന്റെ സ്വപ്നം.